ശ്രീ AKM അഷ്റഫ്, അങ്ങേക്ക് 5 മിനിറ്റ്. സർ, ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുന്നു സർ. ഇന്ന് ചോദ്യോത്തര വേളയിൽ ബഹുമാനനായ കായിക വകുപ്പ് മന്ത്രി എന്ത് ഉത്തരമാണ് സർ പറഞ്ഞത്? എൻ്റെ സഹപ്രവർത്തകൻ നജീബ് കാന്തപുരം സഭ്യമല്ലാത്ത എന്തെങ്കിലും ചോദിച്ചോ? സർക്കാർ നടത്തുന്ന വാഗ്ദാന ലംഘനത്തെക്കുറിച്ച് പരാമർശിച്ചതിന് മന്ത്രി എന്തിന് പ്രകോപിതനാവണം? ജനങ്ങൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ലേ? മന്ത്രി അത് പറയുമ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഡെസ്കിലടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. അകത്ത് ഇതാണെങ്കിൽ പുറത്ത് കേരളത്തിൻ്റെ മതേതരത്വം തകർക്കുന്ന രീതിയിൽ PC ജോർജിനെ പോലെ വായ തുറന്നാൽ വർഗീയത പുലമ്പുന്നവരോട് കർക്കശമായ നിലപാടെടുക്കാൻ എന്താണ് സർക്കാരിന് സാധിക്കാത്തത്? മുസ്ലിമീങ്ങൾ മുഴുവൻ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും അവര് രാജ്യദ്രോഹികളാണെന്നുമുള്ള മട്ടിൽ അദ്ദേഹം നടത്തിയ അതിപ്രകോപന പ്രസംഗം കേരളത്തെ ഞെട്ടിച്ചതാണ്. BJP പോലും ജോർജിനെ കൈവിട്ടു. കോടതി നിശിതമായി വിമർശിച്ച് മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോഴാണ് പോലീസ് മനമില്ലാ മനസ്സോടെ PC ജോർജിനെ അറസ്റ്റ് ചെയ്തത്. ദിവസങ്ങൾക്കകം അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. ജാമ്യത്തിലിറങ്ങിയ ജോർജ് 400 പേരെ ലവ് ജിഹാദിലൂടെ മതം മാറ്റി എന്ന കല്ല് വെച്ച നുണ വിളിച്ചു പറഞ്ഞു. ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് PC ജോർജ് നടത്തിയത്. അദ്ദേഹത്തിന് എന്തും പറയാനുള്ള ലൈസൻസ് ഈ സർക്കാർ കൊടുത്തിട്ടുണ്ടോ സർ എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. സംസ്ഥാന പോലീസ് വിചാരിച്ചാൽ അദ്ദേഹത്തെ ചങ്ങലക്കിടാൻ കഴിയില്ലേ സർ? കർണാടക ഭരിക്കുന്ന സിദ്ധരാമയ്യയുടെ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള എത്ര ആളുകളെയാണ് സർ കൽത്തുറങ്കിലടച്ച് സംസ്ഥാനത്തിന് മാതൃക കാണിച്ചിട്ടുള്ളത്? സർ, ഞാനിവിടെ ഈ ബില്ലിൽ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 1-2 കാര്യം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കാസർഗോഡ് ജില്ല ഏറ്റവും കൂടുതൽ അടക്ക കർഷകരുടെ സംസ്ഥാനത്തെ ഒരു ജില്ലയാണ്. അടക്ക കർഷകർ 19,500 ഹെക്ടർ കൃഷി ചെയ്യുന്ന 2 ലക്ഷം ടൺ അടക്ക ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ജില്ലയാണ്. കഴിഞ്ഞ 2-3 വർഷമായി ഭീകരമായ ഒരുപാട് രോഗങ്ങളിലൂടെ കാസർഗോഡ് ജില്ലയിലെ അടക്ക കർഷകർ വലിയ പ്രയാസത്തിലും സങ്കടത്തിലുമാണ്. മഞ്ഞ രോഗം, ഇലയൂത്ത് രോഗം, പൂങ്കുല കരിയിൽ രോഗം, മഹാളി രോഗം കവുങ്ങളെ വരിവരിയായി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. 25% അടക്ക ഉൽപാദനം കുറഞ്ഞു. CPSRയിലെ സയൻറ്റിസ്റ്റ് മികച്ച അതിനുള്ള പരിഹാരം നിർദ്ദേശിച്ചുവെങ്കിലും ആ മരുന്ന് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയില്ല. വലിയ പ്രയാസത്തിലും സങ്കടത്തിലുമാണ്. അവരുടെ കാര്യത്തിൽ പ്രത്യേക പരിഗണന നൽകണമെന്നുള്ള ഒരാവശ്യം ബഹുമാന്യ കൃഷിമന്ത്രിയോട് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യനായ വ്യവസായ മന്ത്രി, ഞാൻ അദ്ദേഹത്തോട് പറയാനുള്ളൊരു കാര്യം, കാസർഗോഡിന് ബഹുമാന്യനായ അഹമ്മദ് സാഹിബ് നൽകിയ ഞങ്ങളുടെ വികസന പിന്നോക്കാവസ്ഥയ്ക്ക് ഒരു വരദാനമായി ലഭിച്ച ഒരു പദ്ധതിയാണ് കെല്ല്. PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ മന്ത്രിയായ സമയത്ത് മികച്ച രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തി. അങ്ങ് വന്നപ്പോൾ കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട MLA എന്നെ നെല്ലിക്കുന്ന് നിരന്തരമായി അങ്ങേ സമീപിക്കുകയും അദ്ദേഹം അങ്ങേ അതിനെ ഉയർത്താനുള്ള പല ശ്രമങ്ങളും നടത്തിയെന്ന് നന്നായിട്ടറിയാം. പക്ഷെ അതിപ്പോഴും കെല്ല് ബെല്ലായി മാറിയെങ്കിലും ഇപ്പോഴും അവിടെ നിന്ന് റിട്ടയറായ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പെൻഷൻ ലഭിക്കാത്ത, അവരുടെ ആനുകൂല്യം ലഭിക്കാത്ത ഒരവസ്ഥ നിൽക്കുകയാണ്. കേരളത്തിൻ്റെ വ്യവസായ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ നിലവിലുള്ള വ്യവസായ ശാലകളിലെ അവിടുത്തെ തൊഴിലാളികൾ അവർ പട്ടിണിയിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ അങ്ങ് ജാഗ്രത കാണിക്കണമെന്നുള്ള ഒരഭ്യർത്ഥന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെക്കുകയാണ്. വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലത്തിലെ ബഹുമാന്യ മിനിസ്റ്റർക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾ 2 MLAമാരും ഏറ്റവും ഈ കഴിഞ്ഞ 10-15 ദിവസം മുമ്പ് ഒരു പുലി ഞങ്ങളുടെ പ്രദേശത്തും ഭീതി പരത്തി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുലി പിടിച്ചു. പക്ഷെ ഞങ്ങൾ ഏറ്റവും ആശങ്കപ്പെടുത്തിയൊരു കാര്യം, ബഹുമാനനായ എന്നെ നിൽക്കുന്ന MLAയുടെ മണ്ഡലത്തിലെ വെള്ളൂർ പഞ്ചായത്തിലും
എൻ്റെ മണ്ഡലത്തെ എൻമകജ പഞ്ചായത്തിൻ്റെ അതിർത്തിയായ വാണിനഗറിലും ജനവാസ പ്രദേശത്ത് ഫോറസ്റ്റുകാർ മധ്യരാത്രി ഈ പുലിയെ വീണ്ടും കർണാടകത്തിലെ കാട്ടിലേക്ക് വിട്ടു. അത് ഭീതി പരത്തി ജനങ്ങൾ ആശങ്കയിലായി. ഞങ്ങൾ 2 MLA-മാർ നിരന്തരമായി ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ പല രീതിയിലുള്ള ബോധവൽക്കരണങ്ങൾ നൽകിയെങ്കിലും അവിടെ ഇപ്പോഴും ആ ഭീതി നിലനിൽക്കുകയാണ്. പുലിയെ പിടിച്ചെങ്കിൽ അത് ജനവാസ കേന്ദ്രത്തിൽ വിടാത്ത രീതിയില്ലെങ്കിൽ ഒരു നടപടി കൈക്കൊള്ളണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ ശക്തമായി എതിർത്തുകൊണ്ട് വാക്കുകൾക്ക് അവസാനം.